5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ ഓട്ടോണമസ് സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാനും നിരവധി സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയും ചെയർമാനുമായിട്ടുള്ള ശ്രീ SM വിജയാനന്ദ് സാർ അവർകളാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ 6ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു CMDയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്. ഫോർമർ മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പഞ്ചായത്ത് രാജിന്റെ സെക്രട്ടറി ആയിരുന്നു. അതിലൊക്കെ ഉപരിയായി ഒരു സിവിൽ സർവന്റ് ഏത് റാങ്കിലിരുന്ന് റിട്ടയർ ചെയ്താലും പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒത്തിരിയധികം നന്മയുള്ള കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതകാലത്തിൽ നേടിയ അറിവും അനുഭവവും മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിരവധി സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയായും ചെയർമാനായും പ്രവർത്തിക്കുന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ കാര്യമാണ്. സെന്റർ ഫോർ റിസർച്ച് ഇൻ സ്കീംസ് ആൻഡ് പോളിസി ക്രിസ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതൊരു കൂട്ടായ്മയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട റിട്ടയർ ആയിട്ടുള്ള 12ഓളം സിവിൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയാണ്. അത് സൗജന്യമായിട്ടാണ് വിവിധ സ്റ്റേറ്റുകൾക്ക് ഉപദേശം നൽകുന്നത്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരുപാട് സ്റ്റേറ്റുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ്, പ്ലാറ്റ്ഫോമാണ്, ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ പാലിയം ഇന്ത്യ അതിൻ്റെ ട്രസ്റ്റിയാണ്. ബെനിയൻ എന്ന് പറയുന്ന മെന്റൽ ഹെൽത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിയാണ്. സോഷ്യൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിൽ വലിയ ശബ്ദമുയർത്തി അരുണ റോയിയുടെ സ്കൂൾ ഫോർ ഡെമോക്രസി, രാജസ്ഥാനിലുള്ള സ്കൂൾ ഫോർ ഡെമോക്രസിയുടെ പ്രസിഡന്റാണ്. ലോറി ബേക്കർ സെന്ററിന്റെ ചെലവ് കുറഞ്ഞ പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ നിർമ്മിക്കുന്ന ലോറി ബേക്കർ സെന്ററിന്റെ ചെയർമാനാണ്. കോസ്ഫോർഡിന്റെ ചെയർമാനാണ്. ഇങ്ങനെ നിരവധി സാമൂഹിക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയായും ചെയർമാനുമായി പ്രവർത്തിക്കുന്നു. അതിലുപരിയായി സർവീസ് കാലയളവിലും ഇപ്പോഴും തികഞ്ഞ ഗാന്ധിയനായി ജീവിക്കുകയും സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയും ജനകീയ ആസൂത്രണത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്കും ഗ്രാമവികസനത്തിനുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള ശ്രീ SM വിജയാനന്ദ് സാറിന് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമ്മൾ ധാരാളമായി പറഞ്ഞു കേട്ടതും എന്നാൽ അത്രമാത്രം അങ്ങോട്ട് പ്രചാരം വരാത്തൊരു വാക്കാണ് ഈ ഗുഡ് ഗവേണൻസ്, സത്ഭരണം. എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് ഈ സത്ഭരണം വരണം എന്നുള്ളത്. രണ്ടാമതൊരു പ്രശ്നം, ജനങ്ങൾ എപ്പോഴും ഭരണകൂടത്തിന് എതിരായിരിക്കും. ഭരണവർഗം, ഭരണകൂടം, അതിനകത്ത് ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ എല്ലാവർക്കും എതിരായി പറയുന്ന ഒരു നെഗറ്റീവ് ലൈനിലുണ്ട്. അപ്പോൾ സത്ഭരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് സാർ എങ്ങനെയാണ് കാണുന്നത്? സാർ, ഒരു കൊട്ടേഷൻ ഞാൻ കോട്ടയം ജില്ലാ കളക്ടറുടെ റൂമിലിരുന്നപ്പം വായിച്ചു. ഞാൻ പലരോടും ചോദിച്ചപ്പം അതാരും അത് വാലിഡേറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് അപ്പോക്രിഫൽ എന്ന് പറയാറുണ്ട്. പറഞ്ഞു വരും അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ റിയലി പറഞ്ഞാണോ എന്ന് കേട്ടിട്ടില്ല. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം പറഞ്ഞു, നമുക്ക് സ്വരാജ് കിട്ടിക്കഴിഞ്ഞു, ഇനി സുരാജ് ആണ് വേണ്ടത്. സുരാജ് എന്ന് പറയുന്നതാണ് ഗുഡ് ഗവർണൻസ്, നല്ല ഭരണം. അത് ശരിയോ തെറ്റൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്രഷൻ ചോദിച്ചിട്ട് ആർക്കും വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് വലിയൊരു പാഠമാണ്. പക്ഷെ ഈ ഗുഡ് ഗവർണൻസ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിലും ഡിസ്കഷനിലും പൊളിറ്റിക്കൽ സയൻസിലും ഒക്കെ വന്നത് ഒരു 10-25 വർഷമായിട്ടുണ്ട്, കുറച്ച് മുമ്പ്. അപ്പൊ അത് ഞങ്ങള് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ ഗുഡ് ഗവർണൻസ് ഒരു കോർ പ്രിൻസിപ്പിൾ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. പഞ്ചായത്തുകൾ വൈ ദേ ആർ ടു ബി ക്രിയേറ്റഡ് എന്നുള്ളത് അന്ന് ഗുഡ് ഗവർണൻസ് വാക്കൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഈ എലിമെന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് അതിലുണ്ട്. അപ്പൊ ഞാൻ ഗുഡ് ഗവർണൻസ് എന്ന് വയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. UNDP-യുടെ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ 10-14 ഇൻഡിക്കേറ്റേഴ്സും അതൊക്കെ കോമ്പണൻസ് ഒക്കെ പറയാം വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഗവർണൻസ്. നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പക്ഷേ ഇന്ത്യയുടെ ഇതിലും വരുന്നതിൽ ഏറ്റവും പ്രധാനം പങ്കാളിത്തം. ഒരു തീരുമാനമെടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം. അപ്പൊ പങ്കാളിത്തം എന്തോ ആകാം. ഒരു മീറ്റിങ്ങിൽ പോയിരിക്കുന്ന പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്ന പങ്കാളിത്തമാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് പങ്കാളിത്തമാണ്. പക്ഷെ ഞാൻ പങ്കാളിത്തത്തിനെ വിശേഷിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി വിഭവം നീക്കി വെച്ചിട്ടുണ്ടോ ആ വിഭവത്തിന്റെ വിനിയോഗത്തിൽ തീരുമാനിക്കാനുള്ള ഒരു വലിയ അധികാരം.
അതാണ് പങ്കാളിത്തം. ആ അർത്ഥത്തിലാണ് ജനകീയാസൂത്രണത്തിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ. ജനങ്ങൾ അവർക്ക് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും ത്രൂ വെരി എലാബറേറ്റ് പ്രോസസ്. അതൊരു പ്രധാന ഏരിയ പങ്കാളിത്തമാണ്. അത് 100% വിജയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ അത് അടിത്തറ ഉണ്ട്, സ്ട്രോങ് അടിത്തറയുണ്ട്. ലീഗലായിട്ടുള്ളതും പോളിസി ആയിട്ടും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഈ പങ്കാളിത്തം വരണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണ്, അതിന് തുല്യ മലയാളം ഫെയർനെസ്, നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനം. സമൂഹത്തിന് ശരി തെറ്റ്, അല്ലാതെ നിയമവും ചട്ടവും വെച്ചിട്ടല്ല, ശരി തെറ്റ് ബോധത്തിനോട് ഇണങ്ങി ചേരുന്ന ഒരു തീരുമാനം, ഫെയർ. അതിന് ലീഗലി പറയാവുന്ന ഡ്യൂ പ്രോസസ്. എങ്ങനെ തീരുമാനം എടുക്കും? ഒരാൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമോ, ഒരാൾക്ക് വീട് കൊടുക്കണം, ഒരാൾക്ക് ഒരു ജീവനാവധി കൊടുക്കണമെങ്കിൽ എങ്ങനെ അയാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഫെയർനെസ്. ജനങ്ങൾ ഒരു ഗവൺമെന്റിനോട് റെസ്പെക്റ്റിന്റെ കാര്യം, ഒരു ഫെയർ ഗവൺമെന്റ് ഇസ് റെസ്പെക്റ്റഡ്. ഒരു തീരുമാനം എടുത്തപ്പം എനിക്ക് ഗുണകരമല്ലായിരുന്നു, ഇതൊരു ഫെയർ തീരുമാനമാണ് എന്ന് ജനങ്ങളെ പറയിപ്പിക്കണം. അത് ഒരുപക്ഷെ ഇന്ന് കുറഞ്ഞു വരുന്നു. ഫെയർനെസ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കണ്ടാലും ഇത് ഫെയർ ആണെന്ന് അംഗീകരിക്കാനും ചിലപ്പം തയ്യാറാവില്ല. അപ്പൊ ഞങ്ങൾ അതിന് കുറേ സ്ട്രക്ചർ അതിലിട്ടിട്ടുണ്ട്, ഒരു ഫെയർ തീരുമാനം എടുക്കാൻ. ചുമ്മാ പോയി തീരുമാനം എടുക്കും. ഒരാളെ ബെനിഫിഷ്യറി ആക്കാൻ പഞ്ചായത്ത് എല്ലാവരും കൂടി യുനാനിമസ് ആയിട്ട് പോലും പറ്റില്ല. അതിന് മാർക്ക് ഇടണം. അതിന് മുമ്പ് തന്നെ ഘടകങ്ങളുണ്ട്. ഏതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്ക് കൊടുക്കണമെങ്കിൽ മുൻഗണന ക്രൈറ്റീരിയ എന്താണ്, മുൻഗണന മാനദണ്ഡം എന്താണ്? ഈ മാനദണ്ഡത്തിന് മാർക്ക് ഇട്ട്, ഇത് ലീഗലാണ്, ഇവിടെ എത്ര പേർക്ക് അറിയാം, മറ്റൊരു അറിയത്തില്ല. ഈ മാർക്ക് ഗ്രാമസഭയിൽ വായിച്ച് ഇത് ശരിയാണോ എന്ന് ഗ്രാമസഭ അംഗീകരിച്ചാൽ മാത്രമേ ഒരു ആൾക്ക് ഈ എൻറ്റയർ ജനകീയ ആസൂത്രണത്തിൽ ഗുണവും, ഇൻക്ലൂഡിങ് ലൈഫ് പദ്ധതിയിലെ വീടുകൾ. ആലോചിച്ച് നോക്കി. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്തും ഈ ഗുഡ് ഗവർണൻസ് ഫീച്ചർ ഒരു പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അല്ല, ഒരു സംശയം ചോദിച്ചു സാർ, നമ്മളൊരു മാസ്, ഒരു മോബ് അല്ല ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നതും കൂടിയാണല്ലോ ഈ ഗ്രാമസഭയിൽ. അവിടെ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, സാമൂഹ്യമായ ഗ്രൂപ്പുകളുണ്ട്, ജാതിപരമായ പലതരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ വരും. ആ പ്രദേശത്ത് സമ്പന്നർ ചിലപ്പോൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര തന്നെ ഈ നല്ല തിയറി ഉണ്ടാക്കി വെച്ചാലും ഇതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ഗുഡ് ഗവേണൻസിലേക്ക് പോകാനുള്ള ഒരു ഇതായിട്ട് നിൽക്കുമോ? അതിന് സുഭാഷ് തന്നെ ആൻസർ പറഞ്ഞു, ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇത് ആൾക്കാർക്ക് കാണുന്നു, ഇതെങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്. ഒരു മറ ഉണ്ടെങ്കിൽ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, മറയില്ലെങ്കിൽ കിട്ടാത്തവരും അംഗീകരിക്കും. ഇത് ഞാൻ തിയറിയല്ല, ഞാൻ കുറെ ഗ്രാമസഭ കുറച്ച് നാളില് ഞാൻ നടത്തിയിട്ടുണ്ട്. അട്ടപ്പാടി ജോലിയിരിക്കുമ്പോൾ നടത്തിയിട്ടുണ്ട്. കൊല്ലം കളക്ടറായിട്ടിരിക്കുമ്പോൾ ഗ്രാമസഭ എന്ന വാക്ക് അന്നില്ല, എന്നാലും ഗുണഭോക്താക്കളെ നമ്മൾ വിളിച്ചു വരുത്തി നടത്തിയിട്ടുണ്ട്. ഒരു സമയം അധികമില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. കൊല്ലത്ത് 1988 അവസാനം ആ കോസ്റ്റൽ ഏരിയ വാടി, ആ ഏരിയയിൽ വീടുകൾ കത്തിപ്പോയി. ഒരു 180 വീട് കത്തിപ്പോയി. അന്ന് ഈ കുടിലുകളാണ്. വിത്തിൻ 1 hour ഇനി കളക്ടറേറ്റ് കാണാം, ഞങ്ങളൊക്കെ ഓടിയെത്തി, ചമ്പലായി. അപ്പൊ അവിടെ ഒരു വികസനം കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഈ ഗുഡ് ഗവേണൻസും പാർട്ടിസിപ്പേഷനും പങ്കാളിത്തം, വിശ്വാസം, അതൊരു വളരെ വൊളറ്റൈലായിട്ട് ഒരു ഗ്രൂപ്പാണ്. ആ സമയമാണ്, നിങ്ങൾ ഓർക്കുമെന്ന് അറിയത്തില്ല, ഈ ബോട്ടുകളൊക്കെ കത്തിക്കുന്ന ഒരു കാലം. ഒരു വളരെ അലേർട്ടായിട്ട് റൈറ്റ്സ് കോൺഷ്യസ് ഫിഷർമെന്നാണ്. അപ്പൊ എന്നെ പലരും പേടിപ്പിച്ചു, അയ്യോ നിങ്ങൾ അവിടെ പോയ പ്രശ്നമാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ സത്യമായിട്ട് ആസ് എ കളക്ടർ നീതിയുക്തമായിട്ട് ചെയ്യുന്നതിൽ അംഗീകരിക്കും. അങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇവർക്ക് വീട് കൊടുക്കണം. അപ്പൊ വീട് ചെറിയൊരു സംഖ്യയേ ഉള്ളൂ. ഗവൺമെന്റ് അന്ന് 3000 രൂപ തരും. അന്ന് അവിടുത്തെ പലരും റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, കൂടുതലും കാത്തലിക്സ് ആണ്, കാത്തലിക് പള്ളി 3000 രൂപ എല്ലാം കൂടെ ചേർത്തരാം. അപ്പൊ ഞാൻ ലോറി ബേക്കറെ കൊണ്ട് ഇവരുടെ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം ഒരു വീടൊക്കെ ഡിസൈൻ ചെയ്തു. അപ്പോൾ 9000 രൂപ വരും. 1989. അപ്പോൾ 3000 രൂപ ബാങ്ക് കാർഡ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാം എന്ന് പറഞ്ഞു. 9000 രൂപയ്ക്ക് വീട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ഇവരെ സമ്മതിക്കണമല്ലോ, അല്ലാതെ ഞാൻ പോയി വീട് അവിടെ കെട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇവരെല്ലാം വിളിക്കാം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ. അപ്പൊ എല്ലാവരും പേടിച്ച്, കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പോലീസ് വേണം, ചിലപ്പം സാറിന്റെ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ കത്തിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരെയും ഞാൻ ഭാര്യയും ഭർത്താവിനെയും വിളിക്കണം, ഫാമിലി 300 ചില്ലുവാൻ ആൾക്കാർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പാക്ട് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യം ഞാനന്ന് ചെറുപ്പമാണ്, എനിക്ക് 32 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിത് പതുക്കെ അവതരിപ്പിച്ചപ്പോൾ അവരെന്നെ അങ്ങനെ ഇരുത്തി. അവർ പറഞ്ഞു ആദ്യം ഒന്നും സംസാരിക്കണ്ട, ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കോൺവെർസേഷൻ കണ്ടിട്ടുണ്ടല്ലോ.
അപ്പൊ ഞാനൊരു ചോദ്യം, ഞാൻ ഈ പറഞ്ഞത് ഫെയർനെസിന്റെ കാര്യമാണ്. അപ്പൊ ഞാനത് ആലോചിച്ചൊന്ന് ചോദിച്ചതല്ല, അത് ഭയങ്കര ടച്ച് ചെയ്തു. അതാണ് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ടച്ച് ചെയ്യുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ റിലേഷൻഷിപ്പ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ജൈവികമാണ്. എന്റെ പോയിന്റ് പറയണമല്ല, പക്ഷെ എന്തോ ഹ്യൂമൻ ഇത് നല്ല കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ, അല്ലെങ്കിൽ നിന്ന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു നല്ല വീട്ടിൽ താമസിച്ച് എത്ര തലമുറ ആയിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. ഒരു സ്ത്രീ പറഞ്ഞു, മനുഷ്യരുണ്ടായ കാലം വരെ ഞങ്ങൾ ഇതുപോലത്തെ വീട്ടിലായിരിക്കും താമസിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ എൻറ്റയർ മൂഡ് ചേഞ്ച്ഡ്. അപ്പൊ ഞങ്ങൾക്ക് വീട് വന്നു. സ്ത്രീകളൊക്കെ, അപ്പൊ ആണുങ്ങളൊക്കെ ചേർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തു, സ്ത്രീകളെ വെച്ച് ഇരിക്കുക, ഞങ്ങൾക്ക് വീട്. അപ്പൊ ഈ ഡിസിഷൻ എടുക്കുന്നത് ഫെയർ ആണ്, ട്രാൻസ്പെയറന്റ് ആണ്, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട, ദേ കൂടെ റിജക്റ്റഡ് ഇറ്റ് എന്ന് തന്നെ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ ഈ ഓപ്ഷൻസ് മുഴുവനും പറഞ്ഞ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ സമയം ഇല്ലാതെ എല്ലാം പോകുന്നില്ല, അതിൽ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് മാനദണ്ഡം വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ വീട് ആര് കിട്ടും? 9,000 രൂപ കെട്ടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കാശ് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യും. ഞങ്ങൾ ജോലി ചെയ്യാൻ പറ്റാത്തവർ ഒരാളെ ജോലിക്ക് വെച്ച് ചെയ്യും. ഞങ്ങൾ ബ്രിക്ക് ചുമന്ന് കൊണ്ടുപോകും. അങ്ങനെ അവരെല്ലാം എടുത്ത് ഡിസിഷനായിട്ട് എഴുതി. ഇത് എഴുതാൻ ഡിസിഷനായിട്ട് എഴുതാം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് എടുത്തു വന്നപ്പോൾ അവസാനം ഒരു വളരെ എക്സ്പ്ലോസീവ് ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അവർ പറഞ്ഞു, സാർ, ഞങ്ങളുടെ ചില ആൾക്കാർ നേരത്തെ വീട് വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് രണ്ടാമത് വീട് കൊടുക്കുന്നത് ശരിയല്ല, അവർക്ക് ഈ പൈസ കൊടുത്ത് വിടണം. ഞാൻ പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അവിടെ വെച്ചാൽ there will be rioting, കിട്ടിയവനും കിട്ടാത്തവൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ആർക്ക് എന്ത് കിട്ടിയെന്ന് ഞാനിവിടെ ഒരു ബോക്സ് വെക്കാം, അതിൽ കൊണ്ടിടുക, എന്നായക്ക് വീട് കിട്ടി. ഞാൻ ഞങ്ങളുടെ രേഖകൾ വെച്ച് സ്ഥലത്തൊക്കെ പോയി പരിശോധിച്ചിട്ട് കിട്ടിയവരെ ഒഴിവാക്കും, പക്ഷെ അവർക്ക് ഈ കാശ് കൊടുക്കും. അപ്പൊ അവർ പറഞ്ഞു, ശരിയാണ്, അത് ചോദിക്കാം. അപ്പം ഈ കമ്മ്യൂണിറ്റിയിൽ അവരുടെ അകത്ത് തന്നെ 10-25 എത്രയോ ആൾക്കാർക്ക് കിട്ടിയിരുന്നു, അവരെ ഒഴിവാക്കണം. അതൊരു എക്സ്ട്രീം ഡിസിഷനാണ്. അത് സുതാര്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിനും ആളുകൾ സമ്മതിച്ചു. ഞാനത് ഒരു കേസ് വെച്ചിട്ട് ജനറലൈസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഈ സുതാര്യതയും ഒരു നീതി ബോധവും അതുമായിട്ട് എല്ലാം ചേർത്ത് വരുന്നതാണ് ഈ ഫെയർ. അല്ല, ഞാനൊരു സാർ ചോദിച്ചത്, സാർ ഒരു കളക്ടർ എന്നുള്ള നിലയിൽ ശ്രീ SM വിജയാനന്ദനെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു. ആ വ്യക്തിയെ, സാറിന്റെ വ്യക്തിയെ അവിടെ ഞാൻ മാറ്റി ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നു. ഇന്നത്തെ സിവിൽ സർവീസിൽ ഉള്ള ആളുകളാകട്ടെ, സിവിൽ സർവൻസ് ആവട്ടെ, IAS IPS എല്ലാ ടോപ്പ് ഒഫീഷ്യൽസ് ആവട്ടെ, താഴെയുള്ള വില്ലേജ് ഓഫീസർ വരെ ആകട്ടെ, ഈ ബ്യൂറോക്രസിക്ക് ഇങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനും ജനങ്ങളെ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഈ കാലം അനുസരിച്ച് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് സാറിന് അവരോട് പറയാൻ? ഞാനൊരു വാല്യൂ ജഡ്ജ്മെന്റിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങനെ അല്ല, പക്ഷേ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. കഴിയും. അത് ഈ പ്രിൻസിപ്പിൾസ്, വേറൊന്നും അധികം വലിയ പ്രിൻസിപ്പിൾസ് ഒന്നും വേണ്ട. വളരെ ഒരു ട്രാൻസ്പെറൻസി, ഒരു ഡ്യൂ പ്രോസസ്, അവരോട് ചോദിക്കുന്നു ഇത് ശരിയാണോ എന്ന് അവർക്കും തോന്നണം. അവർക്ക് ശരിയെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ചുമ്മാ നമ്മൾ വിചാരിക്കുന്ന ആദ്യമൊക്കെ ആളുകൾ വളരെ റഫായിരിക്കും. എൻ്റെ അടുത്ത് ഇവർ വളരെ റഫായിരുന്നു. നീ ഇറങ്ങി പോകുന്ന പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവം. സാറ് പറയുന്ന ഒക്കെ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കൊടുക്കുന്ന സംബന്ധിച്ചു. അല്ലാതെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവണം രാജ്യത്ത്, നയങ്ങൾ ഉണ്ടാകണം. കറപ്ഷൻ ഒരു വലിയ വിഷയമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വിഷയമാണ്. അതിപ്പോൾ താഴെ തട്ടെടുത്ത് പോയി മോൾ തട്ട് വരെ ബ്യൂറോക്രസി എടുത്താലുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുണ്ട്. ഇതൊരു കറപ്ഷൻ ഉണ്ട്. ഇതും ഗുഡ് ഗവേണൻസ് ആയിട്ട് ഒരു ചലഞ്ച് എന്തായിരിക്കും എപ്പോഴും വരുന്നത്? ഇല്ല, കറപ്ഷൻ ഒരു വലിയൊരു ചലഞ്ചാണ്. കമ്മ്യൂണലിസം ചലഞ്ചാണ്. ഇതൊക്കെ ഈ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ, ആദ്യം പറയുന്ന കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്ത് പോകും. കറപ്ഷന് ഒരു ഒറ്റമൂല്യം, അത് നേരത്തെ എല്ലാം ഒറ്റ ഇതിലാണ് വരുന്നത്. സുതാര്യത, എല്ലാ കാര്യവും ഒരു ഓഫീസർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എക്സ്പ്ലെയിൻ ചെയ്യണ മനോഹരമാണ്. നീ ആര് ചോദിക്കാൻ, ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഈ തീരുമാനം എങ്ങനെ എടുത്തു സാർ, ഈ തീരുമാനത്തിന് ഇന്ന മാനദണ്ഡങ്ങളുണ്ടായിരുന്നു, ഇതിന്റെ പ്രോസ് ഇതാണ്, കോൺസ് ഇതാണ്. പക്ഷെ ഈ പ്രോ ചെയ്തിരുന്നതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പം ചിലപ്പം വളരെ അഗെയിൻ ഗോയിങ് ബാക്ക് ടു മൈ കൊല്ലം എക്സ്പീരിയൻസ്, ട്രോളിംഗ് ബാൻ നടത്തിയത് ആദ്യമായിട്ട് അന്നാണ്. അപ്പം ഒരു സൈഡിലെ ഫിഷർമാൻ ഭയങ്കര സപ്പോർട്ട്, കുറച്ച് കഴിഞ്ഞ് നീണ്ടകര ഏരിയയിലെ ട്രോളർ ഓണേഴ്സ് വയലന്റ് അപ്പോസിഷൻ. ഞാൻ കുറേ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ കേൾക്കത്തില്ല, ഞങ്ങളത് റെസിസ്റ്റ് ചെയ്യും. അവർ റെസിസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അവിടെ പോയി തടയാൻ പറ്റില്ല. അപ്പൊ അവർ റെസിസ്റ്റ് ചെയ്ത് പോയി. അപ്പൊ ഹൈക്കോടതി കേസ് എടുത്ത് വലിയ ഇഷ്യൂ ഒക്കെ ആയി. അവസാനം 2 പേര് മരിക്കുകയും ചെയ്തു ഫയറിംഗ്. ഭയങ്കര അൺഫോർച്ചുനേറ്റ് തിങ് ആണ്. ബട്ട് നമ്മൾ സ്ട്രോങ് ആണ്. നമുക്കൊരു വെറും ഒരു ഫിഷർമാൻ, ഒരു ഗ്രൂപ്പ് ഫിഷർമാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇതിലൊരു എൻവയറമെന്റൽ ലോജിക്കാണ് വളരെ ഡിഫിക്കൽട്ട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ. അത് അവർക്ക് 1 വർഷം കൊണ്ട് മനസ്സിലാക്കി.
പിന്നെ സെക്കൻഡ് റോളിംഗ് ബാൻ വാസ് വെരി ഈസി. വിഷമമുണ്ട്, കാരണം അവർക്ക് ക്യാച്ച് ഒരുപാട് പോകും. പക്ഷേ അത് നമ്മൾ അത് ഫെയർ ആയിട്ട് നടപ്പാക്കി, സ്ട്രോങ് ആയിട്ട് നടപ്പാക്കി, ഉപദ്രവിച്ചില്ല. ഇതെങ്ങനെ നടപ്പാക്കും, ഞങ്ങളുടെ നാട്ടിലെ നിയമമാണെന്നും പറഞ്ഞില്ല. ഞങ്ങളത് വളരെ, ഫോർ എക്സാമ്പിൾ, അവർക്ക് ഡീസൽ വെച്ചിട്ട് ഇത് പോകാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ ഡീസൽ പമ്പ് എല്ലാം ക്ലോസ് ചെയ്ത്, കളക്ടർ ക്ലോസ് ചെയ്യാൻ പറ്റും. മീൻ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് തടഞ്ഞു. ഹാർഷാണ്, പക്ഷേ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ അവരോട് പറയും നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. നാട്ടിലെ നിയമമാണ്, നിയമം നടപ്പാക്കിയേ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്ക് നിയമം, ചില സ്ഥലങ്ങളിൽ വിശ്വാസം, ചില സ്ഥലങ്ങളിൽ ട്രാൻസ്പെറൻസി, ഇതെല്ലാം ചിലപ്പോൾ കോമ്പിനേഷൻ. അപ്പം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, ഇത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് ഉദ്യോഗസ്ഥനാവട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ബ്യൂറോക്രസി ആരും ആവട്ടെ, ആ സംവിധാനത്തിലുള്ള ആളുകൾ തന്നെ അങ്ങോട്ട് ഇതായി പോയാലോ, അവരുടെ ഇൻട്രസ്റ്റുകളും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളും താല്പര്യം ഇതിനകത്ത് വന്നു പോയാൽ പിന്നെ ഇത് പാളിപ്പോവും. അന്ന് ഞാനായിരുന്ന കളക്ടർ, SP ആയിരുന്നത് സെൻകുമാറാണ്. പുള്ളി വളരെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഇത് സുതാര്യമായിട്ട് എടുക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പക്ഷെ നടപ്പാക്കിയിരിക്കും. അല്ല, അവർ തന്നെ പറഞ്ഞു നടപ്പാക്കിയിരിക്കും, നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. അത് എന്ന് പറഞ്ഞപ്പം ടെൻഷൻസ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ ഫയറിംഗ് വന്നത് ഒരു ആക്സിഡന്റിലാണ്. ഇതുമായിട്ട് ഫയറിംഗ് ഒന്നും വരൂലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ എല്ലാ മിനിസ്റ്റേഴ്സിനും പറഞ്ഞ് അതുവഴി പോരുത്, നിങ്ങൾ കുണ്ടറ വഴി ചുറ്റി പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു മിനിസ്റ്റർക്ക് ഇത് ഇൻഫർമേഷൻ പോലീസ് പാസ് ഓൺ ചെയ്തില്ല. ആ മിനിസ്റ്റർ ഈ റോഡിൽ കൂടെ പോയി. അപ്പൊ അവർ തടഞ്ഞു. അപ്പം മിനിസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഒരു കശുവച്ചായി ഫയർ ചെയ്ത്, അല്ലെങ്കിൽ അതും നടക്കില്ലായിരുന്നു. സാർ, ഒരു ചോദ്യം കൂടെ, നമ്മളിപ്പം ജനകീയ ആസൂത്രണമൊക്കെ വന്നപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തു. അപ്പം എന്നെപ്പോലുള്ള ആളുകൾക്ക് മറ്റൊരു പ്രതീക്ഷയായിരുന്നു, കാര്യം പുരുഷന്മാരാണല്ലോ ഇങ്ങനെ പരമ്പരാഗതമായി അഴിമതിയൊക്കെ നടത്തി വേറൊരു സ്ട്രീമിലേക്ക് വന്നത്. സ്ത്രീകൾ, കുടുംബിനികൾ ഒരുപാട് വന്നിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടിയൊക്കെ ഒരു ട്രാൻസ്പാരൻസി, കറപ്ഷനൊക്കെ കുറഞ്ഞ് ട്രാൻസ്പാരന്റിലേക്ക് സൊസൈറ്റി പോകുമെന്ന് ധരിച്ചു എനിക്ക്. പക്ഷെ അത്ര ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ടോ നമുക്ക്? ഞാൻ നോക്കിയത് ഒരു ജെൻഡറിൽ പോലും ഇത് കയറി വരുന്നു എന്നുള്ളതാണ്. ഇല്ല, ഓവറോൾ ആയിട്ട് നോക്കിയാൽ വിമൻ ആർ ലെസ് കറപ്റ്റ്, ബട്ട് ദേ ആർ നോട്ട് കറപ്റ്റ് എന്ന് പറയാൻ പറ്റും. അവിടെയും അഴിമതിയുണ്ട്. അതുപോലെ ഈ വികസനത്തിൽ രണ്ട് ടൈപ്പ് ഇല്ല, ഒരു ടൈപ്പേ ഉള്ളൂ. ഈ സോഫ്റ്റ് ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ്സ്, എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, ഹെൽത്ത്. മറ്റേ നമ്മുടെ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പാലം, കെട്ടിടം എന്നുള്ളതാണ്. അതില് ബൈ ആൻഡ് ലാർജ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്താൽ ഈ മോസ്റ്റ് വിമൻ ഗോ ഫോർ ദ പ്രിഫർ റിലേറ്റീവ്ലി ഈ സോഫ്റ്റ് ഡെവലപ്മെന്റ്. അത് ദേശീയ തലത്തിലൊക്കെ ചില പഠനങ്ങൾ നടത്തി. എല്ലാ പഞ്ചായത്തിന് റോഡും ഒക്കെ വേണം. ചില വിമൻ പ്രസിഡന്റ് വരുമ്പോൾ അവിടെ ചില സ്ത്രീകൾക്ക് ചില ട്രൈബൽ പ്രോജക്റ്റ് ചില ഇത് ചെയ്യാനുള്ള താല്പര്യം അത് കേരളത്തിലും വന്നിട്ടുണ്ട്. പിന്നെ കറപ്ഷൻ എന്നുള്ളത് ഒരു വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തുകളിലെ കറപ്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലെ കറപ്ഷനേക്കാളും കുറവാണ്, കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ സീറോ കറപ്ഷൻ അല്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് മോർ ദാൻ കംഫർട്ട് ലെവൽ. കറപ്ഷൻ ഒരിക്കലും കംഫർട്ട് ലെവൽ ഇല്ല, സീറോ ടോളറൻസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും ചില അഴിമതി നമുക്ക് അംഗീകരിക്കാൻ ഒക്കില്ല, അത് ഉണ്ട്. അത് പലരും ഈ ജനകീയാസൂത്രണം 25ാം വർഷം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവരും എല്ലാവരും പറഞ്ഞത് അഴിമതി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരു ഗുണഭോക്താ തിരഞ്ഞെടുപ്പിൽ അഴിമതിയില്ല. ചിലപ്പോൾ പാർട്ടി സാക്ഷിപ്പായ എന്റെ പാർട്ടി എന്നൊക്കെ ചിലപ്പോൾ, പക്ഷെ സീറോ. ഇപ്പൊ പല സ്ഥലങ്ങളിലും കാശ് മേടിക്കുന്നതായിട്ട് അനക്ഡോട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പൊ അങ്ങനെ ചില ഏരിയയിൽ ഈ കറപ്ഷൻ പോലെ തന്നെ ഒരു തീരുമാനമല്ലേ ബയാസ്ഡ് ആയിട്ട് ഒരു തീരുമാനം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പണി കൊടുക്കുന്നു, ബിൽഡിംഗ് ആവശ്യമുള്ള സ്ഥലത്ത് അതും എന്തോ ഒരു ഗെയിൻ കണ്ടിട്ടാണ്. അതെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക് എടുത്താൽ അതിന്റെ ഷെയർ വരും എന്നുള്ള ഒരു. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റുകളും ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, പ്രഷർ ഗ്രൂപ്പ്, ഇതെല്ലാം ഗുഡ് ഗവേണൻസിനെ ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും എന്റെ ചോദ്യ സ്കോർ ഒന്നിലേക്ക്, നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നാഷണൽ ലെവൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അസംബ്ലിയിലുള്ളവർ, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതി, ഇവരുടെ റോൾ എന്താണ്? ഇങ്ങനെ ഒരു ഗുഡ് ഗവേണൻസ് കൊണ്ടുവരാൻ ഒരു സൊസൈറ്റി കൊണ്ടുവരണമല്ലോ നമുക്ക്. അത് നമ്മുടെ ഒരു അംബീഷനായിട്ട് നിൽക്കാനല്ല, എന്താണ് അവരുടെ ഒരു റോൾ? അതിപ്പോ എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അത് എനിക്ക് ഒരുപക്ഷെ കോയിൻസിഡൻസും ലക്കായിരിക്കാം. ഞാൻ പാലോലി മുഹമ്മദ് കുട്ടി സാറോട് 10 വർഷം ജോലി, AK ആന്റണി സാറുമായിട്ട് ഏകദേശം 4.5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ ജയറാം രമേശ് സാറുമായിട്ട് ജോലി. അപ്പൊ ഒരു 90% ഓഫ് മൈ ഈ സീനിയർ കരിയർ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട്. അപ്പൊ അവരുമായിട്ട് എനിക്ക് ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എനിക്ക് പാലോലി സാറിന് പോയിട്ട് സാർ അഴിമതി എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത് സംസാരിച്ച് തീരുമാനമെടുക്കാൻ പറ്റും. എത്ര സ്ഥലത്ത്
ഒരു ബ്യൂറോക്രാറ്റിന് മന്ത്രിയുടെ പോയിട്ട് അഴിമതി എങ്ങനെ കുറയ്ക്കണമെന്ന് പറയാം. തിയറി അല്ല, പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ സാർ ഇതിൽ ഇങ്ങനെ ഇവർ വെട്ടിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറയും, എന്നാ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് എടുത്തു തരും. ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് അവിടെ ഉണ്ട്, പൊളിറ്റിക്കൽ ഇത് സപ്പോർട്ട് ഉണ്ട്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പം ഒരു മിനിസ്റ്ററുടെ പവറിനേക്കാളും മിനിസ്റ്റർ ഓഫീസിന്റെ പവർ ഇവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഗവൺമെന്റ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ്സിലാണ്. എക്വിറ്റി ഇല്ലെങ്കിൽ അതിപ്പം ഒരാള് പാർട്ടി പറഞ്ഞ അപ്പൊ അതൊരു ഭയങ്കര പവറാണ്, പേറ്റർനേജ് നമുക്ക് പറയാം. അപ്പോഴ് 2006 പാർവതി സാർ രണ്ടാമത് മന്ത്രിയായപ്പോൾ ചാർജ് എടുത്ത അന്ന് തന്നെ, എടുക്കുന്നതിന് മുമ്പ് എന്തോ എന്നെ വിളിച്ചു പറഞ്ഞു ട്രാൻസ്ഫേഴ്സിന് മാനദണ്ഡം കൊണ്ടുവരണം. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ 99 മാനദണ്ഡം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സാർ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ആ ഫ്രീഡം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഞാൻ മനസ്സിലായത് ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞാൻ ട്രാൻസ്ഫർ കൊടുത്ത ആളുകൾ, ഒരുപാട് റെക്കമെൻഡേഷൻ എല്ലാം കൊടുത്ത ആളുകൾ ഇന്ന് UDF മന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്തു. അതിന്റെ അർത്ഥം ഇവർക്കൊന്നും രാഷ്ട്രീയ ലെവലിറ്റി ഒന്നും, കൂടുതലും രാഷ്ട്രീയ ലെവലിറ്റി പെർമനന്റ് അല്ല. അപ്പൊ ഞങ്ങളുടെ സമയം ഒരുപാട് ട്രാൻസ്ഫറിന് പോകും, ഇനി അത് പറ്റത്തില്ല. പക്ഷെ ഈ പറഞ്ഞത് സുതാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോംസ് ഉണ്ടാക്കും. അപ്പൊ ഞാനൊരു ഭയങ്കര കട്ടിയായിട്ടൊരു നോംസ് ഉണ്ടാക്കി മന്ത്രിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഒരു ദിവസം മന്ത്രിയുടെ റൂമിൽ പോയപ്പോൾ ആ ഫയൽ അവിടെ ഇരിക്കുന്നു, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്ത ഫയലാണ്. അപ്പൊ അതൊരു വെള്ള പേപ്പറിൽ, കമ്പ്യൂട്ടർ പേപ്പറിൽ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതാണ് ഞാൻ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് അപ്രൂവ് ചെയ്താലും നടപ്പാവില്ല എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു, സാർ ഭരണകക്ഷിയിലെ ആളാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലാർക്ക്, എസ്റ്റാബ്ലിഷ്മെന്റ് സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. ഞാൻ ബേസിക്കലി പഞ്ചായത്ത് ഡയറക്ടർ വെച്ച് എക്സാമ്പിൾ ആയിരുന്നു. ഒരു ഡയറക്ടർ എത്ര എന്ന് ശ്രമിച്ചാലും ഒരു 5000 പേരൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഇതിന് പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നിച്ചൊരു വിപ്ലവകരമായിട്ട് പ്രതിവിധി. എന്താണെന്ന് ചോദിച്ചു. സാർ നമ്മുടെ നാട്ടില് ഒരുപാട് സംഘടനകളുണ്ട്, അവരെല്ലാം ശക്തരാണ്. ചിലപ്പോൾ ഒരാളെ 60% ചിലപ്പോൾ 10%. അപ്പൊ നമ്മളൊരു ഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ലിസ്റ്റ് ഇട്ടാൽ, ഇന്റൻഷൻ ടു നിന്നെ ഇവിടെ മാറ്റാൻ പോകുന്നു എന്ന് ഇട്ടാൽ, ഒന്ന് അവർക്ക് ഇതാവും, മറ്റു സുതാര്യമായിട്ടാവും. ഇയാളെ ഇവിടെ എടുക്കുന്നു, ഇയാൾ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ എല്ലാ കണക്കും വരും, ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് വരും. പിന്നെ ഞെട്ടിപ്പിച്ചിട്ട് അദ്ദേഹം ആ ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതും കൂടെ എഴുതി കൊണ്ടുപോകാം. ഞങ്ങളത് എഴുതി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 2007 മുതൽ 2011 ഓൾ ട്രാൻസ്ഫേഴ്സ് പുള്ളി തെറ്റാത്ത നോംസ്, ആർക്കും ചെയ്യാൻ പോലും. പക്ഷെ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിലെ പൊളിറ്റിക്സ് അതൊരു ചോയ്സ് ആണ്. ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിന് ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല, പിന്നെ ഇടുക്കി വയ്ക്കണോ കോട്ടയത്ത് വയ്ക്കണോ എന്നുള്ള ജഡ്ജ്മെന്റ് ഇല്ല. അത് ഒഴിച്ചിട്ട് എല്ലാം നോമാണ്. അപ്പൊ അന്ന് ഈ ചീഫ് എഞ്ചിനീയർ എൻ്റെ അടുത്ത് തമാശയായിട്ട് പറഞ്ഞു, സുന്ദരൻ ഒരു നല്ല കറപ്ഷൻ ഫ്രീ ചീഫ് എഞ്ചിനീയർ വരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങളൊക്കെ ഒരുപാട് വർഷമായിട്ട് PWD ഒരുപാട് ഗവൺമെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറിങ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിങ്, ചീഫ് എഞ്ചിനീയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോഴാണ്. തമാശ അദ്ദേഹം പറഞ്ഞ, സാർ ഞാനൊന്ന് നുള്ളി നോക്കി, ഞാൻ സ്വപ്നം കാണുകയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് പോസിബിൾ വിത്ത്. അപ്പൊ ഇത് പോസിബിൾ എന്ന് വെച്ചാൽ ഇത് ഒരു നല്ല വാല്യൂ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല. ഇത് വന്നാൽ മറ്റേ ഒരു ഡിമാൻഡ്. അതിന് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അതിലുള്ള മിനിസ്റ്റേഴ്സിന്റെ പേര്, ഒന്ന് ഓഫ് കോഴ്സ് ഓട്ടോണമസ്, PSC രാഷ്ട്രീയമാണ്, ഇവിടേക്ക് മെമ്പേഴ്സിനൊക്കെ രാഷ്ട്രീയമുണ്ട്, ഡിഫാക്റ്റോ ഉണ്ട്, ഡിഷ്യൂർ പാടില്ലെന്ന്. അവിടുത്തെ ട്രാൻസ്ഫർ നിങ്ങൾ അന്വേഷിച്ചു, എത്രയോ വർഷമായിട്ട് എൻ്റെ ഓർമ്മയുള്ള സർവീസിൽ ഞാൻ കയറിയ പോലെ അത് പെർഫെക്റ്റ് ട്രാൻസ്ഫറാണ്, അവിടെ ആരും ഇടപെടില്ല. അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ ഒരു മന്ത്രിയായിരുന്നു. കോളേജ് എഡ്യൂക്കേഷനിൽ 90 ഹൈക്കോടതി പോയിട്ട് കേസ് വന്നു. അതിനുശേഷം പെർഫെക്റ്റ് അതിൽ ഒരാൾ 2 ദിവസത്തിന് കൂടെ പോയെങ്കിൽ അയാൾക്ക് പ്രിഫറൻസ് കിട്ടും അതിന് മുമ്പ്. സോ ഇറ്റ് ഇസ് പോസിബിൾ, ഈ സ്പ്രെഡ് എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതാണ് എനിക്കൊരു വിഷമമുള്ളത്. ഈ സംഘടനകൾക്ക് പെർഫെക്റ്റ് ട്രാൻസ്ഫർ വേണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് പോകും, ഞാനത് വാങ്ങിച്ചു തരാം, ഞങ്ങൾ ഭരിക്കും. പിന്നെ കേരളത്തിൽ ഈ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ആളെ കൂട്ടാനും പല കാര്യങ്ങൾക്കും ഉണ്ട് അവർ ചെയ്തു. സാർ അപ്പൊ സാർ ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസ്, സരസ്വതിയമ്മ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസ് ഇരുന്നപ്പോൾ അത് മോഡൽ വില്ലേജ് ഓഫീസാക്കി, മാതൃക വില്ലേജ് ഓഫീസാക്കി. കറപ്ഷൻ ഇല്ല, വളരെ ട്രാൻസ്പെറന്റ് ആ കാര്യങ്ങൾ. അതിൽ ആവേശം കൊണ്ടുകൊണ്ട് വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും മോഡൽ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസാക്കി. പക്ഷെ ആ സർക്കിൾ ഇൻസ്പെക്ടർ മാറിയപ്പോഴും, ആ സരസ്വതി അമ്മ റിട്ടയർ ആയപ്പോഴും ബോർഡ് അടക്കം എടുത്ത് തുറക്കളഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പം ആനന്ദബോസ് ആയിരുന്നു, ഇപ്പം ഫയലിൽ നിന്ന് വയലിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കളക്ടർമാരായി. ഇപ്പൊ സാർ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഓരോരുത്തർ ഇരിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ താഴോട്ട് കൊണ്ടുവരും.
ഇപ്പൊ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്താണ് പുതിയ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? സിവിൽ സർവന്റ് സാറ് ഉദ്യോഗസ്ഥരെ ഞാനൊരു കൺസർവേറ്റീവ് കൈൻഡ് ഓഫ് സിവിൽ സർവന്റ് ആണ് സാർ. അപ്പം ഞാനിത് ചെയ്തു, എന്റെ പ്രോഗ്രാമിന്റെ പേരൊന്നും ഞാൻ ഒന്നിനും വച്ചിട്ടില്ല. അതെ, പക്ഷെ എല്ലാ സ്ഥലത്തിലും ഗുഡ് ഗവർണൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ പോകുന്നതിന് കുറെ മുമ്പ് ഒരു GK പിള്ള എന്നൊരു സാറ്, അദ്ദേഹം കൊല്ലത്തൊരു വെൽ നോൺ കളക്ടറായിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഹോം സെക്രട്ടറി ആയി. അദ്ദേഹം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ കളക്ടറേറ്റിൽ പോയിട്ട് പഠിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, ഇതൊക്കെ വെറും സ്ട്രേ അഹമ്മദ് നഗറിൽ ഉണ്ടാക്കിയെന്നല്ല. അദ്ദേഹം വന്ന് ഇവിടെ ചെയ്തത് എല്ലാ എംപ്ലോയീസിനെയും ഇൻക്ലൂഡിങ് സ്വീപ്പർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ വരെ അവരിൽ നിന്ന് വോളണ്ടിയർ ആയിട്ടുള്ളവരെ ഒരു ടീം ഉണ്ടാക്കി. അവരെ കൊണ്ട് ഇവിടെ കളക്ടറേറ്റ് നന്നാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നപ്പോ എല്ലാം ചെയ്തു. ഒരു റെക്കോർഡ് റൂം ക്ലീൻ ആക്കാൻ വെക്കുന്ന സ്വീപ്പർക്ക് അറിയത്തുള്ളൂ, ഡെപ്യൂട്ടി കളക്ടർക്ക് അറിയത്തില്ല. അത് വെച്ച് അദ്ദേഹം നടപ്പാക്കി. പക്ഷെ ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യാത്ത എന്താണ്? അത് കുറെ സസ്റ്റെയിൻ ചെയ്തു, കുറെ വർഷം. അതൊരു സിസ്റ്റമിക് റിഫോമാണ്, അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ഡിപെൻഡന്റ് അല്ല. അപ്പൊ നമ്മുടെ പല റിഫോമും പേഴ്സണാലിറ്റി ഡിപെൻഡന്റ് ആണ്. ഞാനത് ചെയ്തു, അവരുടെ പേര് കൊടുത്തു, ആ വ്യക്തി പോകുമ്പോൾ അടുത്ത ആൾക്കാർക്ക് ഇത് വരത്തില്ല. അപ്പം ഞാൻ എന്റെ വളരെ നല്ല നല്ല മുൻഗാമികളിൽ നിന്ന് പഠിച്ചത്, വളരെ ഈ സിവിൽ സർവീസിന് ഒരു വലിയൊരു കോർ വാല്യൂ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കറന്റ് കോണ്ടെക്സ്റ്റിൽ ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. അനോണിമിറ്റി. ഞങ്ങള് മസൂറി അക്കാഡമിയിൽ പോയ ആദ്യത്തെ ദിവസം പഠിപ്പിച്ചാണ് അനോണിമിറ്റി, ഇന്റഗ്രിറ്റി, ന്യൂട്രാലിറ്റി. ഇതാണ് ഞങ്ങളുടെ വാല്യൂസ്. പിന്നെ പ്രൊഫഷണലിസം. അപ്പൊ ഇത് ഞാൻ കോളേജിൽ നിന്ന് നേരെ ജോലിയൊന്നും ചെയ്തിട്ടില്ല, അക്കാഡമി പോകുമ്പോൾ ഇതൊരു ആദ്യ ഡയറക്ടർ വന്നപ്പോൾ അങ്ങ് അകത്ത് കയറി. അപ്പം സിവിൽ സർവന്റ് ഒരിക്കലും സിവിൽ സർവന്റ് അല്ല ചെയ്യുന്നത്. ഇപ്പൊ കളക്ടർ അല്ല, ഇപ്പൊ ഞാൻ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി അല്ല ചെയ്യുന്നത്. വലിയൊരു ടീമിന്റെ ഒരു ഫൈനൽ ഒപ്പിടുന്നതോ ചിലപ്പം ഒരു ഐഡിയേഷൻ ആയിരിക്കും. അപ്പൊ ഇത് അനോണിമസ് ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. കൊല്ലം കളക്ടറേറ്റ് നല്ല കളക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, കൊല്ലം കളക്ടർ നല്ല കളക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവും. ഇത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഇപ്പോഴൊരു സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇങ്ങനെ വലിയൊരു സാധ്യതയാണല്ലോ. ഒരാളൊരു കാര്യം ചെയ്താൽ ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് സമൂഹത്തിൽ പറയാം. ഇതിൽ ഇൻട്രസ്റ്റ് കയറി പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം സൈലന്റായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പേഴ്സണലൈസ് ചെയ്ത് അത്തരത്തിലുള്ള ഒരുപാട്. എന്റെ ശക്തമായ വ്യൂ സിവിൽ സർവീസ് എത്തിക്സിനെതിരാണ്. പക്ഷേ ഈ ഞാനൊക്കെ ഉള്ളപ്പോ സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല, PR വർക്കും ഇല്ല, ഇത്തരത്തിലുള്ള PR. പക്ഷേ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതൊരു കോർ ഇതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ് ഗവർണൻസിന്റെ ഒരു ഇത്, ഈ ട്രാൻസ്പെറൻസി, ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, എവരിബഡി നോസ് ഹൗ, റൈറ്റ് ടു നോ, റൈറ്റ് ടു ബി ഹേർഡ്, ഇതൊക്കെ സിമ്പിൾ ഇതാണ്. അപ്പൊ അത് ആളുകൾ അറിയിക്കണം, ഇങ്ങനെയാണ് പട്ടയം കൊടുക്കുന്നത്. അപ്പൊ ഇന്ന പട്ടയം ഇത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഇത്ര പെൻഡിങ് ആണെന്നുള്ള ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ വിട്ടാൽ തെറ്റില്ല. പക്ഷെ ഞാൻ ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടണം, ഞാൻ ഇതാണ് നമ്മളല്ല ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചു സാർ, ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ കോർ വാല്യൂ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനങ്ങൾ കൂടി വരുമ്പോഴാണ്. അല്ലാതെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ മന്ത്രിമാർ ക്ലിയർ ആയിരുന്നു, ഉദ്യോഗസ്ഥർ വളരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് തീരത്തില്ല. ജനങ്ങളും ഇതിനകത്ത് വളരെ കൃത്യമായ ഇപ്പൊ ക്യൂല് നിൽക്കണം എന്ന് പറഞ്ഞാൽ ക്യൂല് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് അർഹമായത് മതി, അർഹത ഉള്ളപ്പോൾ മതി, അർഹതപ്പെട്ട ആൾ അടുത്ത് നിൽക്കണയൊക്കെ കൊടുക്കണമെന്ന ലെവലിലേക്ക് ജനങ്ങൾ പലപ്പോഴും വരാത്തതിന്റെ പ്രശ്നമുണ്ടോ? ഇതില് എനിക്ക് ഏറ്റവും വലിയ പാഠം കിട്ടിയിട്ടുള്ളത് ഡൽഹി മെട്രോ. നമുക്കിപ്പോ ഒരു ബസ് കയറാൻ ഇവിടെ പോയി നോക്കിയാൽ അവിടെ ഡൽഹി അങ്ങനെ ഭയങ്കര നിങ്ങൾ തോന്നുന്ന വളരെ ഡിസിപ്ലിൻ ക്രൗഡൊന്നും അല്ല. പക്ഷെ ഡൽഹി മെട്രോയില് ഏത് സ്റ്റേഷനിൽ പോയാലും, വലിയ സ്ലമ്മിന്റെ അടുത്ത് പോയാലും വലിയ ഏരിയയിൽ പോയാലും ആളുകൾ ക്യൂ നിന്നേ എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? തുടങ്ങിയ അന്ന് മുതൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ഒരുത്തനും ബ്രേക്ക് ചെയ്യില്ല. അവിടെ ഒരു പരിചയമുള്ള കാരണം കൊണ്ട് കയറ്റി ഇരുത്തത്തില്ല. ഇത് ഇപ്പൊ ഡൽഹി മെട്രോയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു റഷിൽ അത്യാവശ്യമായിട്ട് ഓടിയെത്തുന്ന ആൾക്കാര് ഇങ്ങനെ ക്യൂ നിന്ന് 1 by 1 ആയിട്ട് അത് അടയുന്നവരെ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇത് ഇഫ് യു തിങ്ക് അപ്പ് ഫ്രണ്ട്, അത് ശ്രീധരൻ നേരത്തെ ചെയ്തു. വേൾഡ് മുഴുവൻ അതാണ്. പക്ഷെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊച്ചിയിലും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും, കൊച്ചി ആയാലും വിജയവാഡ ആയാലും എന്താ, ചെന്നൈ ആയാലും ഇത് ചെയ്യുന്നു. അത് മെട്രോയ്ക്ക് റൂളും മെട്രോയ്ക്ക് അത് ഇത് വന്നു. അപ്പം ഇത് ഈ ആൾക്കാരെ നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്താൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ കൾച്ചറെ വയലേറ്റ് ചെയ്താൽ മറ്റവരെല്ലാം പുച്ഛിച്ച് നോക്കും. ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഒരിടത്തും ചാടി കയറുന്നത്. അപ്പം എൻറ്റയർ ക്രൗഡ് അവനെ ആ നോട്ടം കാണുമ്പോൾ തന്നെ അവൻ ഉണ്ടാവും. അല്ല, അപ്പൊ സാർ പറയുന്നത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് പോകുന്നത്, റൂൾ സിസ്റ്റം. അല്ലാതെ ഒരു സുവമോട്ടോ ജനങ്ങൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ആസ് എ സിറ്റിസൺ?
എന്റെ ഒരു പൗരബോധം, എന്റെ ഒരു കോൺഷ്യസ്നെസ്. ഞാനിപ്പോ എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനും ഒക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 70-കളാണ്. ദർ എ സ്ട്രോങ് ഐഡിയോളജി. ഒരു പാർട്ടി അങ്ങനെ ഒന്നുമില്ല. ഇന്ന് അത്ര സ്ട്രോങ് ഐഡിയോളജി കുട്ടികളുടെ ഇടയ്ക്കില്ല. അതിന്റെ ഒരു റീസൺ ഐഡിയോളജി പറഞ്ഞവരൊന്നും അതനുസരിച്ച് പ്രവർത്തിച്ചില്ല, ആയിരിക്കാം. പക്ഷേ വേറൊരു നല്ല കാര്യം ഞാൻ കണ്ടത് 2018 ഫ്ലഡ് സമയത്താണ്. കളക്ടർ വിളിച്ചതേ ഉള്ളൂ, റേഡിയോ കൂടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഈ സ്കൂളിൽ വാ, അതൊക്കെ സോർട്ട് ചെയ്ത് എല്ലാവരും. അത് കഴിഞ്ഞ ഒരു തിരിച്ചു ഒരു ഫ്ലാഷ് പോലെയാണ്. അങ്ങനെ ഉള്ളത് ഇന്ന് കൂടുതലാണ്. അന്ന് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളൊന്നും പോത്തൊന്നുമില്ല. അപ്പം ഇത് ഇന്നത്തെ തലമുറയുടെ ഒരു നന്മയാണ്. ഒരു ഫ്ലഡോ കോവിഡോ അവരെ ഒന്ന് മൊബിലൈസ് ചെയ്ത് കുറച്ചുകൂടി ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി അവര് ചെയ്യും. 2018 ഫ്ലഡിന്റെ സമയത്ത് അറൌണ്ട് ദ ടൈം ഞാൻ രാവിലെ നടക്കാൻ പറ്റും. അപ്പൊ ഒരു കുട്ടി വിസിബിളി അപ്പർ മിഡിൽ ക്ലാസ്, അവർ അപ്പർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം, ഡ്രസ്സും എല്ലാം കാണും. ആ കുട്ടി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിൾ കുറച്ച് ഒരു ചെറിയ ഡൊണേഷൻ തരുമോ, ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ കളക്ട് ചെയ്യുന്നു. റോട്ടില് രാവിലെ ഒരു 6:45. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പൈസ കൊണ്ടു നടക്കാറില്ല, നാളെ വരുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ വേർഡ് കിട്ടിയെന്ന് പോലെ അവർക്ക് എന്നെ അറിയത്തില്ല. അടുത്ത ദിവസം രാവിലെ അതേ സമയം ആ കുട്ടി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു, കൊടുക്കുന്നു. അപ്പൊ ഈ ടൈപ്പ് ഓഫ് നന്മയ്ക്ക് വേണ്ടി അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ പാലിയേറ്റീവ് കെയർ എത്ര പിള്ളേർ പോകും. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ ഇൻസ്പയർഡ് ആകുന്നത് മലപ്പുറം ജില്ലയിൽ ആ നമ്മുടെ നിലമ്പൂർ ആ സൈഡിൽ ഇങ്ങനെ ആളുകൾ എല്ലാ സ്ഥലത്തും, മലപ്പുറത്താണ് തുടങ്ങിയത്, കോഴിക്കോട് മലപ്പുറമാണ് തുടങ്ങിയത്. നല്ല എഡ്യൂക്കേറ്റഡ് റിച്ച് പിള്ളേർ ഈ പാവങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ഞാൻ 1 മണിക്കൂർ പോയിട്ട് അവർക്ക് ഊണ്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സംസാരിച്ചിട്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സിനിക്കലായി പോകും. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അല്ലെ സാർ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് സമൂഹം. പക്ഷേ ലീഡർഷിപ്പിന്റെ ഒരു ഉണ്ടെങ്കിൽ ഇതൊക്കെ ലീഡർഷിപ്പ് ഇല്ലാത്ത സമയമാണ്, ഈവന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. എല്ലാം പേഴ്സണലൈസ് ചെയ്ത്, കുറച്ച് പേഴ്സണലൈസ് ചെയ്ത് ഒരു PR വർക്കൊക്കെ ചെയ്യും, ഏത് മനുഷ്യനാണല്ലോ. പക്ഷെ അതിനപ്പുറം എല്ലാവരും ഇൻഡിവിജ്വലൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സിസ്റ്റത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു ഗുഡ് ഗവേണൻസ് നമുക്ക് കഴിയുന്നതാണ്. ഡെമോക്രസി eminently doable, particularly in a state like Kerala, where people are aware, where you can communicate. അതിന് ഒരുപാട് വരും. അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം സാർ, സാറ് ചീഫ് സെക്രട്ടറി ആയിരുന്നു, സിവിൽ സർവൻ്റ് ആയാണ്, സാറിന് ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്. ഒറ്റ വാക്കിൽ ഈ ഗുഡ് ഗവേണൻസ് വരുന്നതിന് സൊസൈറ്റിയോടുള്ള സാർ ഒരു ആരോടും ആവട്ടെ, ഈ ജനങ്ങളോടാവട്ടെ, സിവിൽ സർവൻസിനോടാവട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ് സാർ? അതോടുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അത് ഈ ഗാന്ധിജി പറഞ്ഞ ഇത് തന്നെയാണ്, സ്വരാജ് കിട്ടിക്കഴിഞ്ഞു, സുരാജ് ഇല്ലാതെ സ്വരാജ് നിൽക്കില്ല. താങ്ക് യു സാർ.